അനുമോളായിട്ട് കോണ്ടാക്റ്റിൽ ചോദിക്കുന്നത് ഓക്കെ നെവർ എവർ ട്രസ്റ്റ് എനിവൺ. അതൊരു ബുദ്ധിമുട്ടാണ്. പറയുന്ന രീതിയിലെങ്കിലും ഇവരൊക്കെ ഒന്നും കൂടി ഒന്നിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. പെങ്കൊച്ച് ഒറ്റക്ക് കിടന്ന് അവിടെ കിടന്ന് കരഞ്ഞു മെഴുകി ഒറ്റക്ക് ആ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ അത്രയും നാളെ ഇവർക്ക് മെന്റൽ സപ്പോർട്ടുമായിട്ട് അനുമോൾ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആരും ദ്രോഹിക്കാനോ ആരും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെയും വലിച്ചു കീറി നശിപ്പിക്കാനോ സ്വയം നാറാനോ ഒന്നും ഇവർ നിൽക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം ഗെയിമാണ്. എല്ലാവരും ഗെയിം കളിക്കാനല്ലേ പോയത്. നിങ്ങളും കളിച്ചില്ലേ ഒരു അട്ടർ ഫ്ലോപ്പ് ഗെയിം? ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൻ്റെ മെയിൻ കാരണക്കാർ റീ എൻട്രിയിൽ വന്ന കുറച്ച് എണ്ണങ്ങളുണ്ടല്ലോ, കുറച്ച് പാഷാണത്തെ ക്രിമികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഫാമിലി റൗണ്ട് വന്നപ്പോൾ പലരും ഇവരെ മക്കളായിട്ട് ദത്തെടുത്തു. ഇതൊക്കെ വെറും ഫേക്ക് പ്രോമിസുകളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ആദിലയും നൂറയും ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന്. ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി അടുത്ത സീസണിൽ വരാൻ പോകുന്നവർക്ക് ഉള്ളൊരു ഉപദേശവും ഇപ്പോൾ അനുമോളും ആദില നൂറയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതും, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ മാനസികമായിട്ട് കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് അവർ ഇന്നത്തെ ലൈവിൽ മനസ്സ് തുറന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്കൊരു കമ്പനി കൂടി ഉണ്ട്. എജു നാവിഗേറ്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഞങ്ങളുടെ സ്വന്തം കമ്പനി തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് അത് നടത്തുന്നത്. +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഉണ്ടല്ലോ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുക. UG PG കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത്, അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള കോളേജിൽ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുക എന്നാണ് നമ്മുടെ സ്ഥാപനം ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തും അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, എബ്രോഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ USA-ലാണെങ്കിലും UK-ലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും പിന്നെ കുറച്ച് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, പിന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിലവാരമുള്ള കോളേജിലൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ സ്ഥാപനം. എജു നാവിഗേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ ആ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് മെയിൽസ് വന്നു. ആദ്യം 1-2 മെയിലാണ്, പിന്നെ വൈകുന്നേരം ഒരു 4-5 മണി ആയപ്പോൾ തന്നെ എനിക്കൊരു 7 മെയിലോളം കിട്ടി. ജോബിനെ കുറിച്ച് എന്നോട് ചോദിക്കേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇട്ടത്. ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് മെയിൽ വരുന്നത്, ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഇട്ടത്. പക്ഷെ അത് ഓരോരുത്തരിങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനത് ടീമായിട്ട് ഡിസ്കസ് ചെയ്തു. എനിക്ക് മെയിൽ അയച്ച എല്ലാവർക്കും ഞാൻ തിരിച്ച് മെയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റെസ്യൂമ് എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ റെസ്യൂമ് ഈ കാണുന്ന മെയിൽ ID നമ്മുടെ കമ്പനി മെയിൽ ID ആണ്. ഇതിനകത്തേക്ക് റെസ്യൂമ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. നിങ്ങൾ കുറച്ച് പേരൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ ഈ ഒരു ഐഡിയിലേക്ക് തന്നെയാണ്, മെയിൽ ID-യിലേക്കാണ് അയച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. അല്ലാതെ മറ്റാർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഒന്ന് ഫോർവേഡ് ചെയ്യുക. നമ്മുടെ കമ്പനി സ്റ്റാഫിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആ ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ആ ഒരു ഭാഗത്തുള്ള സ്റ്റാഫിനെയൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ ഈ മെയിൽ ID-യിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ HR ടീം നിങ്ങളെ കണക്ട് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പറയും കേട്ടോ. സത്യം പറയാൻ ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഇട്ടത്. അതിനുശേഷം എനിക്ക് ഒരുപാട് മെയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ നിങ്ങൾ അങ്ങനെയാണോ എടുത്തിരിക്കുന്നത്, ഓക്കെ പിന്നെ നമുക്ക് എന്തായാലും സ്റ്റാഫിനെയൊക്കെ വേണം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആയിക്കോട്ടെ. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ മാത്രമല്ല, പാർട്ട് ടൈം ആയിട്ട് ആർക്കെങ്കിലും ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസ്യൂമ്, കറക്റ്റായിട്ടുള്ള റെസ്യൂം ഒന്ന് ഫോർവേഡ് ചെയ്യുക. HR ടീം നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഓഫറും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദിലയും നൂറയും എന്നുള്ള ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ആ ലൈവ് കണ്ടു എന്നറിയില്ല. അനുമോളെക്കുറിച്ച് ഒരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനുമോളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ അതിന് ആദിലക്ക് അധികം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതിൽ പറഞ്ഞു ഇല്ല, കോണ്ടാക്റ്റ് ഉണ്ടാവില്ലല്ലോ. പക്ഷേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ ഇത്രയും നാളായില്ലേ ബിഗ് ബോസ് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. നമ്മൾ മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാണ്, തെറ്റുകൾ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ പറ്റും. ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ, അല്ലേ? അപ്പോൾ എന്തിനാ ഇനിയിപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ?
ഗെയിമാണ്, അത് കഴിഞ്ഞു. ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വേദനകൾ ഇവർ അവിടെ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഇത്ര നാളായില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ജസ്റ്റ് ഒരു മിണ്ടാൻ പറ്റാത്ത രീതിയിലല്ലാതെ ജസ്റ്റ് ഒരു ഹായ് ബായ് പറയുന്ന രീതിയിലെങ്കിലും ഇവരൊക്കെ ഒന്നും കൂടി ഒന്നിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. വേറൊന്നുകൊണ്ടല്ല, എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, എന്നെ ആരും ചീത്തൊന്നും പറഞ്ഞേക്കല്ലേ. എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വഴക്കൊക്കെ മാറ്റി അധികം ഭയങ്കര ക്ലോസ് ആയിട്ട് ചങ്കായിട്ട് ഇങ്ങനെ നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഒരുമിച്ച് ഇത്രയും നാൾ ഒരു വീട്ടിൽ താമസിച്ചവരല്ലേ, അപ്പോൾ ജസ്റ്റ് കണ്ടാലൊരു മിണ്ടണം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി ഹായ് ബായ് പറയാൻ പറ്റുന്ന റിലേഷനിൽ ഇവരെല്ലാവരും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സീസണിലൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പോ റിലേഷൻസോ ഒരുപാടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ ഫേക്കാണ്, പുറത്തിറങ്ങി അങ്ങനെ ഉണ്ടാവില്ല. അതായത് നമുക്ക് ആ കാണുമ്പോൾ ആ ഒരു ഇതില്ലേ, അതൊന്നും ഉണ്ടാവില്ല. ഒരു ആത്മാർത്ഥത ഫീൽ നമുക്ക് ഉണ്ടാവില്ല, ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. അതിനേക്കാളൊക്കെ ഉപരി മാത്രമല്ല, നമ്മളൊക്കെ ഒരു മനുഷ്യരല്ലേ, എന്തൊക്കെ ദേഷ്യം വാശിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ആ വഴിക്കവിടെ വിട്ട് കളയാം, അങ്ങനെ മുന്നോട്ട് പോകാം. സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല, അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും എന്നോട് ദേഷ്യമൊന്നും തോന്നക്കരുതേ, ഞാനിങ്ങനെ ഇവരോട് അനുമോളും അതിലും നൂറയും ഒന്നിക്കണം മിണ്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ കേട്ടോ. എന്നാലും ഇവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കൂടാതെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അടുത്ത സീസണിൽ വരാൻ പോകുന്നവർക്ക് അതിലൂടെ വക ചെറിയൊരു ഉപദേശം കൂടി ഉണ്ട്. നമുക്ക് ഈ 2 വോയിസും കൂടി നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. അതിൽ പറയുന്നത് അനുമോളായിട്ട് കോണ്ടാക്ടില് ചോദിക്കുന്നുണ്ടല്ലോ, കോണ്ടാക്ട് ഒന്നുമില്ല കേട്ടോ. One message for future BB contestant. Okay. Never ever trust anyone. Never ever take anyone too deep into yourself. Like അവരുടെ ഫാമിലിയാണ്, നാളെ അവരുണ്ടാവും, എന്തെല്ലാം വഴക്കും കാര്യങ്ങളുണ്ടായെങ്കിലൊന്ന് വാട്സപ്പാവുന്ന പോലെ അവരെപ്പോഴും ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. ലൈക്ക് പീപ്പിൾ വിൽ യൂസ് യു, പീപ്പിൾ വിൽ യൂസ് യു ഫോർ their own benefits. People are selfish. അത് ആലോചിക്കുക. കാരണം അതിന്റെ ഉള്ളിൽ മൊത്തം നമ്മള് ഗെയിം ആണ്. അപ്പൊ നമ്മള് ഓവർ അതിൻ്റെ ഉള്ളിലെല്ലാം ഗെയിമാണ്. എല്ലാവരും ഗെയിം കളിക്കാനല്ലേ പോയത്, നിങ്ങളും കളിച്ചില്ലേ ഒരു അട്ടർ ഫ്ലോപ്പ് ഗെയിം. അത് നിങ്ങളെ തന്നെ തിരിച്ചു കുത്തി. സത്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചത് റീ എൻട്രിക്ക് വന്ന കുറച്ച് പേരല്ലേ, അവരാണ് മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇവർ പറയുന്നുണ്ട്, ആദ്യം ഒരു കാര്യം കേട്ടുമ്പോൾ നമുക്ക് തോന്നി അയ്യോ പാവം എന്ന് തോന്നും. ശരിയാണ്, അവരെ വിശ്വസിച്ച് പോയി, പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എന്ന് കരുതിയിട്ട് ഇവരൊക്കെ വിശ്വസിച്ച് പോയി. കുറേ എണ്ണങ്ങളുണ്ടല്ലോ റീ എൻട്രി ചെയ്തവർ. ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൻ്റെ മെയിൻ കാരണക്കാർ റീ എൻട്രിയിൽ വന്ന കുറച്ച് എണ്ണങ്ങളുണ്ടല്ലോ, കുറച്ച് പാഷാണത്തെ ക്രിമികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഉള്ളതും ഇല്ലാത്തതും എല്ലാ കാര്യങ്ങളും ആ പിള്ളേരോട് അതിലെടുത്ത് നൂറെടുത്ത് ഓരോന്ന് വിഷം കുത്തി വെച്ച് അവരതനുസരിച്ചുള്ള ഗെയിം പ്ലാൻ ചെയ്ത് അത് അവരുടെ മണ്ടത്തരം. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. അതുകൊണ്ടാണ് അനുമോളമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്തത്. അത്രത്തോളം ദ്രോഹം അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവരും അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവരെ പറ്റിച്ചിട്ടുണ്ട് പലരും. ഞങ്ങൾ നേരെ ബിഗ് ബോസ് കഴിഞ്ഞ് നേരെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ, കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ഈ പിള്ളേരെ പറ്റിച്ചു. നിങ്ങൾ എൻ്റെ അനീതിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ആരിനൊക്കെ പറയുന്നുണ്ടായിരുന്നത് നിങ്ങൾ എൻ്റെ അനീതിയായി മാറിക്കഴിഞ്ഞു. ഫാമിലി റൗണ്ട് വന്നപ്പോൾ പലരും ഇവരെ മക്കളായിട്ട് ദത്തെടുത്തു. ഇതൊക്കെ വെറും ഫേക്ക് പ്രോമിസുകളാണ്. ഇവർ വിചാരിച്ചു ഓക്കെ നഷ്ടപ്പെട്ടത് വീട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടെങ്കിലോ ഇതൊക്കെ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവാം. വലിയൊരു ഫാമിലി, കാരണം ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇവരൊക്കെ വരും, എല്ലാവരും ഭയങ്കര സ്നേഹം, എല്ലാവരും വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ഇവർ വിചാരിച്ചു ഓ എന്നോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും, ഞങ്ങളോട് ഞങ്ങൾക്ക് ഇനി വലിയൊരു ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടാണെന്നാണ് അതിലെ നൂറയും പറയുന്നത് കേട്ടോ. എന്താ പറയാ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓർ റിലേഷൻഷിപ്പ് ഓർ whatever it might be, നമ്മൾ അങ്ങനെ ഒരു സംഭവം വെച്ച് പോവരുത്. അത് ആക്ച്വലി അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. അത് വർക്ക്ഔട്ട് ഇല്ല ഇറങ്ങിയ എല്ലാം അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. അല്ലാതെ നല്ല രീതിയിൽ ആ റിലേഷൻ കൊണ്ടുപോകുന്ന വളരെ കുറച്ചാണ് നമ്മുടെ കയ്യിലുള്ളത് ഓരോ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിലും. പക്ഷേ നല്ല രീതിയിൽ ജെന്യുവനായിട്ട് നിന്നവരൊക്കെ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റി പോയിട്ട് അത് ലൈക്ക് ദാറ്റ്സ് എ റിയാലിറ്റി. ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം തന്നെ ഉള്ളൂ. അതാണ് അതാണ് ഒരു അഡ്വൈസ്. ആരും മുന്നോട്ട് എടുക്കാതിരിക്കുക. അതാണ് ഒരു അഡ്വൈസ്. കുറെ ഉണ്ട്, അത് ഈ ലക്കത്തിൽ തീരുകയില്ല മക്കളെ.
നമ്മൾ ജനുവനായിട്ട് നിൽക്കുക, നമുക്കൊരു തീരുമാനം ഉണ്ടാവും, അതനുസരിച്ച് നിൽക്കാം. മറ്റൊരാൾ പറയുന്ന കേട്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് ചെയ്താലുണ്ടല്ലോ ഒരു പക്ഷേ ജനുവനായിട്ടുള്ള ആൾക്കാർ നമ്മളെ വിട്ടു പോകും. അത് തന്നെയാണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചത്. ഇവരെ ഭയങ്കരമായിട്ട് പറ്റിച്ചു, ഇവരെ ഭയങ്കരമായിട്ട് പറ്റിച്ചു കളഞ്ഞു പോയി. ഈ റീ എൻട്രിയിൽ വന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, ഇവരെ ഒറ്റപ്പെട്ടു പോയി. സത്യത്തിൽ ഇവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും അനുമോളാണെങ്കിലോ അനീഷൊക്കെ ആണെങ്കിലും ഇവരെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, കുറേ റീ എൻട്രിയിൽ ഒരു ഗെയിമും കളിക്കാണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പുറത്താക്കിയ കുറേ എണ്ണങ്ങൾ വീടിനകത്തേക്ക് കയറി ഇവരുടെ ആ ഒരു നല്ലൊരു റിലേഷനില്ലേ അതങ്ങോട്ട് ഇല്ലാതാക്കി. അതിൽ മെയിൻ പങ്ക് ഇവർക്കും ഉണ്ട് കേട്ടോ. ഇവർ എന്തിനാണ് വിശ്വസിക്കാൻ പോയത്, ഇവരെന്തിനാ അതനുസരിച്ച് നിന്നത്, അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. ബിഗ് ബോസ് സീസൺ 8 വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപദേശങ്ങൾ ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു ലൈവ് കൊണ്ടൊന്നും തീരില്ലെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ. ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജെനുവിനായിട്ട് നിന്നാൽ മതി. നിങ്ങൾ ജെനുവനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ അവിടെ ഫേക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ഗെയിം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ജെനുവനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ കിഡിലുമായിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷവും ആ ഒരു റിലേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേര് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൻ്റെ എത്ര എക്സാമ്പിൾസാണ് നമ്മുടെ മുന്നിലുള്ളത്. സീസൺ കഴിഞ്ഞ് എത്ര പേരാണ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മളവിടെ ജെനുവനായിട്ട് നിന്നാൽ മതി. നമ്മളവിടെ ഫേക്കായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും പറയണ കേട്ട് ഇവർ ഫേക്കാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതിലെന്ന് പറയും ഫേക്കാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ ഇവർ വീണുപോയി. ഇവർക്ക് എന്താ സ്വന്തമായിട്ട് ആലോചിച്ചും കണ്ടും ഒരു തീരുമാനം എടുത്തുകൂടായിരുന്നോ? മറ്റു റീ എൻട്രിയിൽ വന്ന കുറേ എണ്ണങ്ങൾ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് അത് അങ്ങോട്ട് കയറി ഇവരുടെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറിയതുകൊണ്ടല്ലേ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇവരെന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാം. എന്നാൽ അത് നമ്മൾ ഗെയിമായിട്ട് എന്ന് പറഞ്ഞാൽ അത് വിട്ട് കളഞ്ഞു. പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇവർ നല്ല രീതിയിലാണ് കേട്ടോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആരും ദ്രോഹിക്കാനോ ആരും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെയും വലിച്ചു കീറി നശിപ്പിക്കാനോ സ്വയം നാറാനോ ഒന്നും ഇവർ നിൽക്കുന്നില്ല. നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയ ശേഷം ഈ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. ആ കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം കേട്ടോ. പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള വീഡിയോസ് ചിലത് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആൾക്കാരായിട്ടുള്ള എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ വിഷമാവലുണ്ട്. വിഷമാവൽ എന്താ അവരങ്ങനെ ആയിരുന്നത്, എന്താ അവര് പറ്റിച്ചത്, എന്താ ഒരു പൊട്ടാനല്ലാത്തത്, എന്തിനായിരുന്നു അവന, അങ്ങനെയൊക്കെ ഒരു ഹെവിനെസ് തോന്നലുണ്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ഹെൽ ഓഫ് എ ടൈം ടു ബി ഓക്കെ ഓർ ടു ബി നോർമൽ. അതൊന്ന് അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ എഡിറ്റ്സിന്റെ കാര്യത്തിൽ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ചില ക്ലിപ്സൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നത് പറയുന്നത്. അതൊരു പക്ഷേ അനുമോളുമായിട്ടുള്ള ക്ലിപ്സൊക്കെ ഇങ്ങനെ ഓരോ ഇവരുടെ ഫാൻസ് ഉണ്ടല്ലോ, പട്ടായ ഗേൾസ് ഫാൻസ് കുറേ പേര് കിടന്ന് ഇവരങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ഓരോന്നിടുന്ന് കാണുമ്പോൾ സങ്കടം സ്വാഭാവികമായിട്ടും വരും. അതാണ് ഒരു ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കുക, ആരും നിങ്ങളെ പറ്റിച്ചതല്ല. ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞ കാര്യം, അതൊക്കെ ഗെയിം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ ഈ പ്രശ്നമൊക്കെ ഒന്ന് തീരാകുന്നതേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 7 അവസാന കാലഘട്ടങ്ങളിലുണ്ടല്ലോ ഇവരോട് ആദില നൂറ എങ്ങനെയാണ് അനുമോള് കിട്ട് പണി കൊടുത്തത്, അന്ന് എല്ലാവരുടെയും കയ്യും കാലും പിടിച്ച് അനുമോള് കരഞ്ഞൊരു രംഗമൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. എൻ്റെ ക്ലിപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ വയ്ക്കാം. ആ ഒരു സമയത്ത് ഇവർക്കൊന്ന് മനസ്സ് വെച്ചാൽ മതിയായിരുന്നു. ആ പെങ്കൊച്ച് ഒറ്റക്ക് അവിടെ കിടന്ന് കരഞ്ഞു മെഴുകി ഒറ്റക്ക് ഒരു സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ അത്രയും നാളെ ഇവർക്ക് മെൻ്റൽ സപ്പോർട്ടുമായിട്ട് അനുമോൾ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം അനുമോളുടെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു വേണ്ട, നിങ്ങൾ വേണ്ട എന്നുള്ളത്. ഇവരായിട്ട് തന്നെയാണ് ഈ ഒരു നല്ലൊരു റിലേഷൻ. അനുമോളും നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുമായിരുന്നു. ഷാനവാസ് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ് ഷാനവാസ് കൂടെ നിൽക്കുമായിരുന്നു. അനീഷ് നല്ലൊരു വ്യക്തിയാണ്, അനീഷ് കൂടെ നിൽക്കുമായിരുന്നു. ഇവരെല്ലാവരും ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് വന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ വാക്ക് കേട്ട് ഇവരെല്ലാവരെ ചതിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോൾ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും, ഞങ്ങൾക്കും സങ്കടം തോന്നുന്നുണ്ട്. എന്തിനായിരുന്നു ഇത് എന്നൊക്കെ ഓർത്തിട്ട് വീണ്ടും ആ ഒരു ഇത് വരാനായിട്ട് പേഴ്സണലി ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഇപ്പം ഇത്ര തുടക്കത്തിൽ ഞാനും ആഗ്രഹിച്ചു വേണ്ട, ചതിക്കായിട്ട് ഒരു കൂട്ടും വേണ്ടാന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ആഗ്രഹിച്ചു തുടങ്ങി.
എന്താ ഇതൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാവണം. ഈ വഴക്കൊക്കെ മാറ്റി ഒന്ന് മുന്നോട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോയോ, നല്ല രസമല്ലേ? അടുത്ത സീസണിൽ വരുന്നവർക്കൊക്കെ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണം, നിങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയണത് അവരെ പോലെ ആകുമെന്ന്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് മനുഷ്യർക്ക് മാത്രം ദൈവം തന്നിട്ടുള്ള ഒരു കഴിവാണ് സ്നേഹിക്കാനും അതേപോലെ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളൊരു മനസ്സ്. അതൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞ് ക്ഷമിച്ചും പുറത്തും ഒക്കെ നല്ല രീതിയിലൊക്കെ അങ്ങോട്ട് പോകണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതിലെ നൂറിയും ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അവരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞതാ അവർ അനുമോളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിച്ചു. ആ ഒരു ചോദ്യം വന്നത് എന്തുകൊണ്ടാണ്, പലരും എവിടേക്കോ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഒത്തുചേരൽ. പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ അത് നടക്കട്ടെ, നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് നടക്കുമല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇവർ റീജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. വേറൊന്നിനല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും